ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ BNSSന്റെ 5ാമത്തെ മൊഡ്യൂളിലോട്ട് കടന്നിരിക്കുകയാണ്. ഇതിനു മുന്നേ നമ്മൾ 4 മൊഡ്യൂളിന്റെ ക്ലാസ്സുകൾ 18ഓളം സെഷൻസിലായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂറിന്റെ സെഷൻസ് ഉണ്ട്, 25 മിനിറ്റിന്റെ ഉണ്ട്, 30 മിനിറ്റിന്റെ ഉണ്ട്, 20 മിനിറ്റിന്റെ ഉണ്ട്, 40 മിനിറ്റിന്റെ ഉണ്ട്. പല ദൈർഘ്യമേറിയ സെഷൻസുകളാണ് ഇതിനോടകം നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അവസാനത്തെ ക്ലാസ് ആണ് 19ാമത്തെ സെഷൻ, 5ാമത്തെ മൊഡ്യൂൾ. ചെറിയൊരു മൊഡ്യൂളാണ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇതിൻ്റെ അകത്തുള്ളൂ. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത 1-2 ടോപ്പിക് ഉണ്ട്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ പറ്റിയും അവരുടെ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസിനെ പറ്റിയൊക്കെ. അത് നമ്മൾ ഓൾറെഡി ക്ലാസ് 3 അത് കേൾക്കാൻ വേണ്ടി നിങ്ങൾ സെഷൻ 3 കേട്ടാൽ മതി. ഹയറാർക്കി ഓഫ് കോർട്ടിന്റെ അണ്ടറിൽ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇവിടെ ആവർത്തിക്കാത്തത്. ഓക്കെ, മൊഡ്യൂൾ 5മായി ബന്ധപ്പെട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ടോപ്പിക് ഡിസ്പ്രസൽ ഓഫ് അൺലോഫുൾ അസംബ്ലി. അതായത് ഏതെങ്കിലും സ്ഥലത്ത് അൺലോഫുൾ അസംബ്ലി എന്താണെന്ന് അറിയാലോ. BNSലും IPCയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5ഓ 5ലധികമോ ആളുകൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും അൺലോഫുൾ ആയിട്ടുള്ള പർപ്പസ് നേടിയെടുക്കാൻ വേണ്ടി, അച്ചീവ് ചെയ്യാൻ വേണ്ടി ഗ്യാദർ ചെയ്യുന്നതിനെയാണ് അൺലോഫുൾ അസംബ്ലി എന്ന് വിളിക്കുക. അതൊരു ഒഫൻസ് ആണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം. അത്തരം അസംബ്ലി ഒരു സ്ഥലത്ത് ആളുകൾ ഒരുമിച്ച് കൂടിയാൽ ഏതെങ്കിലും ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും ചെയ്യാനോ, അല്ലെങ്കിൽ സർക്കാരിനെ താഴെ ഇറക്കാനോ, അല്ലെങ്കിൽ സർക്കാർ നടപടികൾ ഇല്ലായ്മ ചെയ്യാനോ, തടസ്സം ഉണ്ടാക്കാനോ ശ്രമിച്ചുകൊണ്ട് ആളുകൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ അതിനെ അൺലോഫുൾ അസംബ്ലി എന്ന് വിളിക്കും. ചുരുങ്ങിയത് 5 പേരെങ്കിലും വേണം അൺലോഫുൾ അസംബ്ലി ആകണമെങ്കിൽ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതയിൽ. അപ്പോൾ അത്തരം അസംബ്ലികൾ ഉണ്ടായാൽ അത് ഡിസ്പ്രസൽ, അത് പിരിച്ചുവിടാനുള്ള ഓർഡർ എങ്ങനെ കൊടുക്കണം, ആര് കൊടുക്കണം, അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 148 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 148 എന്ന് പറഞ്ഞ സെക്ഷൻ്റെ അകത്താണ് ഡിസ്പ്രസലുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. ബൈ സിവിൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് അസംബ്ലി ഡിസ്പ്രസൽ ചെയ്യണം. സിവിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സംസ്ഥാനത്തിന്റെ സിവിൽ ഫോഴ്സ് നമ്മുടെ സ്റ്റേറ്റ് പോലീസ് ഒക്കെയാണ്. ഓക്കെ, 2 രീതിയിലുള്ള ഫോഴ്സ് ഉണ്ട്. ഒന്ന് സിവിൽ ഫോഴ്സും ഉണ്ട്, ഒന്ന് ആംഡ് ഫോഴ്സും ഉണ്ട്. സിവിൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ. ആംഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പട്ടാളക്കാർ. അപ്പോൾ വേണമെങ്കിൽ സിവിൽ ഫോഴ്സ് ഉപയോഗിച്ച് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അത്തരം സിവിൽ ഫോഴ്സ് ഉപയോഗിച്ച് അസംബ്ലി ഡിസ്പ്രസ് ചെയ്യുക. ഇനി അത് പറ്റുന്നില്ല എന്നാണെങ്കിൽ അടുത്ത സെക്ഷനിൽ നമ്മൾ ആംഡ് ഫോഴ്സിന്റെ കാര്യം പറയും, അവിടെ അത് നോക്കാം. ക്ലോസ് 1 പറയുന്നത് എനി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഓർ ഓഫീസർ ഇൻ ചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ ഓർ ഇൻ ദി അബ്സെൻസ് ഓഫ് സച്ച് ഓഫീസർ ഇൻ ചാർജ് എനി പോലീസ് ഓഫീസർ നോട്ട് ദി ബിലോ ദി റാങ്ക് ഓഫ് ദി സബ് ഇൻസ്പെക്ടർ മേ കമാൻഡ് എനി അൺലോഫുൾ അസംബ്ലി ഓർ എനി അസംബ്ലി ഓഫ് 5 or more persons likely to cause a disturbance. പൊതുജനങ്ങൾക്ക് സമാധാനക്കുറവ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു അസംബ്ലിയോട് പിരിഞ്ഞു പോകാൻ ഒരു പബ്ലിക് ആയിട്ടുള്ള ഓഫീസറിനോ ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ ഓർഡർ കൊടുക്കാം. ടു ഡിസ്പ്രസ്, പിരിഞ്ഞു പോകാനുള്ള ഓർഡർ കൊടുക്കാം. And it shall thereupon the duty of the members of such assembly to disperse accordingly. ഈ ഉത്തരവ് കിട്ടിയാൽ അതനുസരിച്ച് പിരിഞ്ഞു പോകേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഭാരതീയ ന്യായ സംഹിതയിൽ നമ്മൾ പറയുന്നുണ്ട് അൺലോഫുൾ അസംബ്ലി ഗ്യാദർ ചെയ്താൽ ഒരു ഒഫൻസ് ആണ്, ഒരു പണിഷ്മെന്റ് കിട്ടും. ഡിസ്പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടും പോയില്ല എന്നാണെങ്കിൽ ഒഫൻസിന്റെ വലിപ്പം കൂടും, അതിന്റെ പണിഷ്മെന്റ് കൂടും. അത് നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ക്ലോസ് 2 പറയുന്നത്, ക്ലോസ് 1 എന്താ പറയുന്നത്? ഡിസ്പ്രസ് ചെയ്യാൻ ഓർഡർ കൊടുക്കാം, അതിനനുസരിച്ച് അവർ ഡിസ്പ്രസ് ചെയ്യണം. ക്ലോസ് 2 പറയുന്നത് ഇഫ് അപ്പോൺ ബീങ് സോ കമാൻഡഡ് എനി സച്ച് അസംബ്ലി ഡസ് നോട്ട് ഡിസ്പെർ ഓർ if without being so commanded it concludes itself in such a manner as to show determination not to disperse. ഡിസ്പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഡിസ്പ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡിസ്പ്രസ് ആവൂല എന്നുള്ള മട്ടിനാണ് അവർ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എനി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഓർ പോലീസ് ഓഫീസർ റിഫേർഡ് ഇൻ സബ്സെക്ഷൻ 1 പ്രകാരം അവിടെ ഓർഡർ മാത്രമേ കൊടുത്തുള്ളൂ. ഈ ഒരു സമയത്ത് മേ പ്രൊസീഡ് ടു ഡിസ്പ്രസ് സച്ച് അസംബ്ലി ബൈ ഫോഴ്സ്, ബലം ഉപയോഗിച്ച് അവരെ മാറ്റാനുള്ള അധികാരം പോലീസിനും മജിസ്ട്രേറ്റിനും ഉണ്ട്. മജിസ്ട്രേറ്റ് ഉത്തരവ് കൊടുക്കുക പോലീസിന്റെ അടുത്ത് ബലം ഉപയോഗിച്ച് അവരെ മാറ്റിക്കോളാൻ. സോ അവരുടെ കയ്യിൽ ബലം കണിയിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ തള്ളി മാറ്റിയിട്ടോ എന്ത് ചെയ്യാം, ഡിസ്പ്രസ് ആയി ചെയ്യിപ്പിക്കാം. അപ്പൊ ക്ലോസ് 1 പറഞ്ഞത് ഓർഡർ കൊടുക്കുക, അതനുസരിച്ച് അതനുസരിക്കണം. ക്ലോസ് 2 പറഞ്ഞത് അതനുസരിച്ചില്ല എന്നാണെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ച് ഡിസ്പ്രസ് ചെയ്യിപ്പിക്കാനുള്ള അധികാരം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനും പോലീസിനും ഉണ്ടെന്നുള്ളതാണ് ക്ലോസ് 2 നോക്കിയത്. ഇനി അടുത്തൊരു അഗ്രവേറ്റഡ് ഫോം ആണ് 149. ഇൻ കേസ് പോലീസിനെ കൊണ്ടൊന്നും നടക്കുന്നില്ല, ഒരുപാട് ആളുകൾ അങ്ങനെ അസംബിൾഡ് ആയിട്ടുണ്ട്, പോലീസ് വിചാരിച്ചിട്ടൊന്നും നടക്കുന്നില്ല എന്നാണെങ്കിൽ ആംഡ് ഫോഴ്സിനെ ഇറക്കാം. ഇഫ് എനി അസംബ്ലി റിഫേർഡ് ഇൻ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 148 കനോട്ട് അതർവൈസ് ബി ഡിസ്പ്രസ്ഡ്. 148 ക്ലോസ് 1 പറഞ്ഞ രീതിയിൽ ഒരു അസംബ്ലി ഡിസ്പ്രസ്ഡ് ആവുന്നില്ല. ആൻഡ് ദി നെസസറി ഫോർ ദി പബ്ലിക് സെക്യൂരിറ്റി ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഡിസ്പ്രസ്ഡ്. അവരെ എത്രയും പെട്ടെന്ന് ഡിസ്പ്രസ് ചെയ്യിപ്പിക്കൽ ഒരു പബ്ലിക് സെക്യൂരിറ്റിക്ക് വളരെയധികം അനിവാര്യമായിട്ടിരിക്കുകയാണ്. അവരങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനോ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ എന്ത് ചെയ്യാം, മേ കോസ് ടു ബി ഡിസ്പ്രസ്ഡ് ബൈ ദി ആംഡ് ഫോഴ്സ്. ആംഡ് ഫോഴ്സിനെ കൊണ്ട് അത് ഡിസ്പ്രസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ആംഡ് ഫോഴ്സിന്റെ സഹായത്തോടു കൂടി അവരടുത്ത് കമാൻഡ്
ചെയ്തുകൊണ്ട് അവരെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഡിസ്പ്രസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് 149 പറയുന്നത്. ക്ലോസ് 2 പറയുന്നത് സച്ച് മജിസ്ട്രേറ്റ് മേ റിക്വയർ എനി ഓഫീസർ ഇൻ കമാൻഡ്, അത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇൻ ഓർ എനി ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ബിലോങ് ടു ആംഡ് ഫോഴ്സ് ടു ഡിസ്പ്രസ് ദി അസംബ്ലി വിത്ത് ഹെൽപ്പ് ഓഫ് ആംഡ് ഫോഴ്സ് അണ്ടർ ഹിസ് കമാൻഡ്. മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യുക, ഒരു കമാൻഡിങ് ആംഡ് ഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനോട് ഡിസ്പ്രസ് ചെയ്യിക്കാനുള്ള ഉത്തരവ് കൊടുക്കാം. എന്നിട്ട് അവിടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാനും കൺഫൈൻ ചെയ്തോളാനുള്ള ഉത്തരവ് ആംഡ് ഫോഴ്സിലെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാം. എന്നിട്ട് ആംഡ് ഫോഴ്സിനെ ഉപയോഗിച്ചിട്ട് ഡിസ്പ്രസ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ് ക്ലോസ് 2 നോക്കുന്നത്. ഉത്തരവ് കൊടുക്കാം, ആംഡ് ഫോഴ്സിലെ ഉദ്യോഗസ്ഥന് കമാൻഡ് കൊടുത്തിട്ട് ആ ആംഡ് ഫോഴ്സ് ഉപയോഗിച്ച് ആ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ബാക്കിയുള്ള ആംഡ് ഫോഴ്സിനെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഡിസ്പ്രസ് ചെയ്യിപ്പിക്കാം, അറസ്റ്റ് ചെയ്യാം, കൺഫൈൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ക്ലോസ് 2 നോക്കുന്നത്. 148 149 നോക്കി. ഇനി 152 പറയുന്നത്, ഇതും ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആസ്പെക്ടിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. കണ്ടീഷണൽ ഓർഡർ ഫോർ റിമൂവൽ ഓഫ് നോയിസൻസ്. അതായത് പൊതുജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഏതെങ്കിലും സാധനങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റണം എന്ന ഓർഡർ മജിസ്ട്രേറ്റിന് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പോ പൊതുജനങ്ങൾക്ക് ശല്യമായിട്ട് ഒരു വീടോ ഒരു ഭൂമിയോ അല്ലെങ്കിൽ ഒരു തോടോ കാര്യങ്ങളോ ഒരാൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ 152 പ്രകാരം മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യുക, ഓർഡർ കൊടുക്കാതെ റിമൂവ് ആക്കണം. Whenever a magistrate or subdivisional magistrate or any other executive magistrate specially empowered magistrate receiving the report of a police officerന്റെ റിപ്പോർട്ട് കിട്ടുന്നതിന് അല്ലെങ്കിൽ അതർ ഇൻഫോർമേഷൻ കിട്ടുകയാണ്, such evidence as he thinks which considers, എന്തെന്നാ കിട്ടുന്നത്, that any unlawful obstruction or nuisance should be removed. ഏതെങ്കിലും നോയിസൻസ് ഫ്രം എനി പബ്ലിക് പ്ലേസ്, പൊതു സ്ഥലങ്ങളിലുള്ള ഏതെങ്കിലും നോയിസൻസ് മാറ്റണം. അതായത് ഇപ്പോൾ റോഡിന്റെ നടുക്ക് ഒരാൾ കാറ് പാർക്ക് ചെയ്തിട്ട് പോയി, അയാൾ പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, അപ്പൊ പൊതുജനങ്ങൾക്ക് ന്യൂസൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അത് മാറ്റണം എന്നുള്ളൊരു ഇൻഫോർമേഷൻ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ദാറ്റ് ദ കണ്ടക്ട് ഓഫ് എനി ട്രേഡ് ഓക്യുപ്പേഷൻ ഓർ കീപ്പിംഗ് എനി ഗുഡ്സ് മെർക്കൻഡൈൽ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഏതെങ്കിലും കച്ചവടം ചില ആളുകളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്, ഏതെങ്കിലും ആൾ വിൽക്കുന്ന സാധനങ്ങൾ പഴകിയ സാധനങ്ങളാണ്, അത് ജനങ്ങൾക്ക് ഇൻജൂറിയസ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ന് തോന്നി എന്ന ഇൻഫോർമേഷൻ കിട്ടി. അല്ലെങ്കിൽ ദാറ്റ് ദി കൺസ്ട്രക്ഷൻ ഓഫ് എനി ബിൽഡിംഗ്, ഡിസ്പോസൽ ഓഫ് എനി സബ്സ്റ്റൻസ് ഇസ് ലൈക്ലി ടു ഒക്കേഷൻ കൺഫ്ലഗ്രേഷൻ ഓർ എക്സ്പ്ലോഷൻ. ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ നിർമ്മാണം വളരെയധികം ഒരു ഡേഞ്ചറസ് ആയ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ഷുഡ് ബി പ്രിവെന്റഡ് ഓർ സ്റ്റോപ്ഡ്. ആ ബിൽഡിംഗ് നിർത്തിവെക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു ഇൻഫോർമേഷൻ കിട്ടിയാൽ റോഡിന്റെ സൈഡിൽ പണിയുന്ന ബിൽഡിംഗ് എന്ത് ചെയ്യണം, റോഡിലുള്ള ആളുകളുടെ മേത്ത് വീഴാതെ, കൺസ്ട്രക്ഷൻ വർക്കുകളുടെ സാധനങ്ങൾ വീഴാതെ ഒരു പ്രിക്കോഷൻ എടുക്കാനുള്ള ഡ്യൂട്ടി ആർക്കുണ്ട്, കൺസ്ട്രക്ഷൻ ഉടമസ്ഥൻ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കുണ്ട്. അത് ചെയ്യാതെയാണ് കൺസ്ട്രക്ഷൻ നടക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ഇൻഫോർമേഷൻ കിട്ടി. അല്ലെങ്കിൽ ദാറ്റ് എനി ബിൽഡിംഗ് സ്ട്രക്ചർ ഓർ എനി ട്രീ ഇൻ സച്ച് എ കണ്ടീഷൻ ദാറ്റ് ഇസ് ലൈക്ലി ടു ഫോൾ, ഏതെങ്കിലും ബിൽഡിംഗ് വീഴാൻ പോവുകയാണ്, മരം വീഴാൻ പോവുകയാണ് എന്നുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടി. അല്ലെങ്കിൽ ദാറ്റ് എനി ടാങ്ക് വെൽ ഓർ എക്സ്കവേഷൻ ഡേഞ്ചറസ് ആയിട്ടുള്ള വെല്ലോ ടാങ്കോ എന്തെങ്കിലും റോട്ടിലുള്ള ഒരു ടാങ്ക് ഭയങ്കര ഡേഞ്ചറസ് ആണ്, ഏത് സമയം അത് കുഴിഞ്ഞു പൊട്ടി ഭൂമി സൈഡിലുള്ള ആളുകളൊക്കെ അതിൻ്റെ അകത്തോട്ട് വീഴാൻ സാധ്യതയുണ്ട് എന്നൊരു ഇൻഫോർമേഷൻ കിട്ടിയാൽ, ഈ പറയപ്പെട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടിയാൽ സച്ച് മജിസ്ട്രേറ്റ് മേ മേക്ക് എ കണ്ടീഷണൽ ഓർഡർ. മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കണ്ടീഷണൽ ഓർഡർ കൊടുക്കാൻ പറ്റും, റിക്വയറിംഗ് ദി പേഴ്സൺ കോസിംഗ് ദി സച്ച് ഒബ്സ്ട്രക്ഷൻ. ആരാണോ ഇതിന് കാരണക്കാരനായിട്ടുള്ള ആള്, അല്ലെങ്കിൽ ആരാണോ ഇത് നടത്തുന്നത്, അല്ലെങ്കിൽ ആരാണോ ആ ബിൽഡിങ്ങിന്റെ ഓണർ, അല്ലെങ്കിൽ ആരാണോ ആ ഒരു ടാങ്കിന്റെ ഓണർ, ഇത്തരം ആളുകളോട് ടു റിമൂവ് സച്ച് ഒബ്സ്ട്രക്ഷൻ ടു ഡിസിസ്റ്റ് ഫ്രം ക്യാരിങ് ഓൺ ദാറ്റ് ബിസിനസ്. ആ ഒരു ഓർഡറിൽ തന്നെ നേരത്തെ പറഞ്ഞ ഒഫൻസുകളില്ല, അതിന്റെ ഓർഡറിൽ തന്നെ പറയുന്നത് ആ ആളുകളോട് ഇത്തരം സാധനങ്ങൾ ഒഴിവാക്കാനും ഇത്തരം സാധനങ്ങൾ നിർമ്മിക്കാതിരിക്കാനും സ്റ്റോപ്പ് ചെയ്യാനും അത് മാറ്റാനും ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഓർഡർ എന്ത് ചെയ്യണം, മജിസ്ട്രേറ്റിന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് 152 പറയുന്നത്. അപ്പൊ പബ്ലിക്കിന് നോയിസൻസ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടീഷണൽ ഓർഡർ മജിസ്ട്രേറ്റിന് കൊടുക്കാൻ പറ്റും, അതാണ് 152 പറയുന്നത്. ഓക്കെ, അടുത്ത പറയാൻ പോകുന്നത് സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയർ. നല്ല നടത്തിപ്പിന് വേണ്ടി എന്തെങ്കിലും ചില ആളുകളുടെ കയ്യിൽ നിന്ന്, കുറെ ആളുകളുണ്ട്, നമ്മൾ ശേഷം പറയും, ചില ഹാബിച്വൽ ഒഫൻഡേഴ്സോ അല്ലെങ്കിൽ ചില സസ്പെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസോ അങ്ങനെയുള്ള ആളുകൾ ഇനി ഹാബിച്വൽ ഒഫൻഡർ ആണ്, എപ്പോഴും കുറ്റം ചെയ്യുന്നവനാണ്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ മജിസ്ട്രേറ്റിന് തോന്നുന്നതാണ് അവൻ എന്ത് ചെയ്യും, ഇനി കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടി അവന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബെയിൽ ബോണ്ട് വാങ്ങിക്കാൻ പറ്റും. അതായത് ഇത്ര സെക്യൂരിറ്റീസിനെ ജാമ്യം നിർത്താനും, അതായത് ഒഫൻസ് ചെയ്തത് കൊണ്ടല്ല, ചെയ്യാതിരിക്കാൻ ഒരു ഫ്യൂച്ചർ പ്രിക്വേഷൻ. അതായത് ഇത്ര രൂപ കോടതിയിൽ കണ്ടുകെട്ടാൻ പറയും, ഒരു 10 ലക്ഷം രൂപ, അത് ഒരു 1 ഇയർ പീരീഡിലേക്കാണ് പറയുന്നത്. ഓക്കെ, അപ്പോ 1 ഇയർ പീരീഡ് വരെ നോക്കും, അവൻ ആ ഒരു ഒഫൻസ് ചെയ്തില്ലെങ്കിൽ അത് കൊടുക്കും. അപ്പൊ ഏതെങ്കിലും ചില ആളുകളുടെ വിഷയത്തിൽ അവർ ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ആദ്യം ഒരു ഷോ കോസ് നോട്ടീസ് കൊടുക്കും, അവരെന്തുകൊണ്ട് അവർക്കെതിരെ ഒരു ബെയിൽ ബോണ്ടിന്റെ എക്സിക്യൂഷൻ നടത്തണ്ട
നിങ്ങൾ ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്യൂല എന്നുള്ള എന്ത് ഉറപ്പാണുള്ളതെന്ന് മജിസ്ട്രേറ്റ് അവരോട് ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുത്തുകൊണ്ട് അവരോട് ആവശ്യപ്പെടും. നിങ്ങൾ ഒഫൻസ് ചെയ്യാതിരിക്കാനുള്ള എന്ത് ഉറപ്പാണ് നിങ്ങളുള്ളത്. അപ്പൊ പറയണേ ഞങ്ങൾ ചെയ്യൂല, ഇന്ന സാധനം കൊണ്ട് ചെയ്യൂല എന്നുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കണം. മജിസ്ട്രേറ്റിനെ സാറ്റിസ്ഫൈ ആയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മജിസ്ട്രേറ്റിന് ഹിയറിംഗ് നടത്തിയിട്ട് ആൾക്ക് ഒരു ബോണ്ട് സെക്യൂരിറ്റി ആയിട്ട് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റും. അതാണ് സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയർ. ചില ആളുകളുടെ നല്ല സ്വഭാവത്തോടു കൂടി ജീവിക്കുന്ന ഉറപ്പ് വരുത്താൻ വേണ്ടി ചില ആളുടെ കയ്യിൽ നിന്ന് സെക്യൂരിറ്റി വാങ്ങാൻ പറ്റും. അതാണ് 127, 128, 129 BNSSന്റെ അകത്ത് പറയുന്നത്. 127 പറയുന്നുണ്ട് സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയർ ഫ്രം പേഴ്സൺസ് ഡിസമിനേറ്റിംഗ് സർട്ടീൻ മാറ്റേഴ്സ്. ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു, അതായത് പ്രചരിപ്പിക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. നാഷണൽ ഇന്റഗ്രിറ്റിയെയും അതേപോലെ തന്നെ സോവർണിറ്റിയൊക്കെ തകർക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും പറയാൻ പാടില്ല, എഴുതാൻ പാടില്ല എന്നുള്ളത് ഭാരതീയ ന്യായ സംഹിതയിൽ വ്യക്തമായി പറയുന്നുണ്ട്. മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എനിമിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന പരാമർശങ്ങൾ നടത്താൻ പാടില്ല. ഇനി ഒരാൾ ഇത്തരത്തിലൊരു പരാമർശം നടത്താനുള്ള ഒരു ബുക്ക് തയ്യാറാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രചാരണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണെന്ന് കോടതിക്ക് തോന്നിയാൽ അയാളോട് ഈ ബെയിൽ ബോണ്ട് സെക്യൂരിറ്റി ആവശ്യപ്പെടാം. അതായത് നിങ്ങൾ ഈ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യൂല എന്നൊരു ഉറപ്പിന് എന്ത് ചെയ്യാം, ആദ്യം അയാൾക്ക് ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുക്കാം. എന്തുകൊണ്ട് നിങ്ങൾക്കെതിരെ ഈ ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണ്ട, നിങ്ങളിത് ഈ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നില്ല എന്ന് എന്തുറപ്പെന്ന് അവരോട് ചോദിക്കാം. അവരുടെ എക്സ്പ്ലനേഷൻ കേട്ട് കോടതി ഹിയറിംഗിന് ശേഷം സാറ്റിസ്ഫൈ ആണെങ്കിൽ വെറുതെ വിടാം, അല്ല ആണെങ്കിൽ ഒരു ഗുഡ് ബിഹേവിയറിന് വേണ്ടി എന്ത് ചെയ്യാം, ഒരു സെക്യൂരിറ്റി ആവശ്യപ്പെടാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വെൻ ആൻ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് റിസീവ്സ് ഇൻഫോർമേഷൻ ദാറ്റ് ദർ ഇസ് വിത്ത് ഹിസ് ലോക്കൽ ജുറിസ്ഡിക്ഷൻ എനി പേഴ്സൺ ഹു വിത്തിൻ ഓർ വിത്തൗട്ട് സച്ച് ജുറിസ്ഡിക്ഷൻ, അദ്ദേഹത്തിന്റെ ജുറിസ്ഡിക്ഷനിലുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ ജുറിസ്ഡിക്ഷനിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജുറിസ്ഡിക്ഷന്റെ അപ്പുറത്തുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലോ എയ്തർ ഓറലി ഓർ റിനൈറ്റിംഗ്, ഒന്നുകിൽ വാഗുണ്ടോ അല്ലെങ്കിൽ എഴുത്തിലൂടെയോ ഇന്റൻഷനലി ഡിസമിനേറ്റ് ഏതെങ്കിലും പ്രചാരണം നടത്താൻ പോവുകയാണ് എന്ന ഇൻഫർമേഷൻ കിട്ടി. എന്ത് കാര്യം, any matter the publication of which is punishable under 152, 196 അവിടെയൊക്കെ പറയുന്ന നാഷണൽ ഇന്റഗ്രിറ്റി സോവർണിറ്റിയെ തകർക്കുന്ന പരാമർശങ്ങളാണ്. അത്തരം കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ല, നാഷണൽ ഇന്റഗ്രിറ്റിയെ തകർക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് പറയാൻ പാടില്ല. അപ്പൊ അങ്ങനെ പബ്ലിഷ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ സാധ്യത ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അങ്ങനത്തെ ഇൻഫർമേഷൻ കിട്ടിയാൽ, അല്ലെങ്കിൽ മേക്സ് പ്രൊഡ്യൂസേഴ്സ് പബ്ലിഷേഴ്സ് ഓർ കീപ്സ് ഫോർ സെയിൽ, ഏതെങ്കിലും ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ട് അത് വിൽക്കാൻ പോകുന്നു, ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നു, എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്ന ഇൻഫർമേഷൻ കിട്ടിയാൽ, പബ്ലിക്കലി എക്സിബിറ്റ്സ് ഓർ എനി ഇൻ അതർ മാനർ, അല്ലെങ്കിൽ പബ്ലിക്കലി എക്സിബിഷൻ ആയിട്ട് പബ്ലിക്കിന് കാണാൻ പറ്റുന്ന രീതിയിൽ ഇത് സർക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു വിവരം ലഭിച്ചാൽ, ദി മജിസ്ട്രേറ്റ് ഇസ് ഓഫ് ഒപ്പീനിയൻ ദാറ്റ് ദർ ഇസ് എ സഫീഷ്യന്റ് ഗ്രൗണ്ട് ഫോർ പ്രൊസീഡിംഗ്, അങ്ങനെ ഒരു കൃത്യമായ ഇൻഫർമേഷൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം, ഇൻ ദി സെയിം മാനർ ഹിയർ ആഫ്റ്റർ പ്രൊവൈഡഡ് റിക്വയർ സച്ച് പേഴ്സൺ ടു ഷോ കോസ്റ്റ് വൈ ഹി ഷുഡ് നോട്ട് ബി ഓർഡർഡ് ടു എക്സിക്യൂട്ട് എ ബോണ്ട് ബെയിൽ. അദ്ദേഹത്തിന്റെ അടുത്ത് ബോണ്ട് ബെയിൽ കൊടുക്കാൻ എക്സിക്യൂട്ട്, അതായത് ഈ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യില്ല എന്നൊരു എൻഷുറിന് വേണ്ടി ഒരു ബെയിൽ ബോണ്ട് തരാൻ വേണ്ടി ആവശ്യപ്പെടാനുള്ള അധികാരം മജിസ്ട്രേറ്റിനുണ്ട്. മജിസ്ട്രേറ്റിന് ആദ്യം ഒരു ഷോക്കോസ് നോട്ടീസ് അയാളോട് കാണിക്കാം, എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ഓർഡർ മജിസ്ട്രേറ്റ് ഇഷ്യൂ ചെയ്യേണ്ട എന്നതിന്. അത് കിട്ടിയിട്ട് മജിസ്ട്രേറ്റിന് നോട്ട് എക്സീഡിങ് 1 ഇയർ, 1 ഇയറിലേക്ക് ഒരു ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓർഡർ കൊടുക്കാതിരിക്കാനുള്ള ഷോക്കോസ് നോട്ടീസ് കാണിക്കാൻ മജിസ്ട്രേറ്റ് കൊടുക്കും. അത് കാണിച്ച ശേഷം മജിസ്ട്രേറ്റിന് തോന്നുന്ന മുറക്ക് എത്രയോ നാള്, 1 വർഷത്തിൽ കൂടാത്ത ഒരു പീരീഡിലേക്ക് എന്ത് ചെയ്യുക, ഒരു സെക്യൂരിറ്റി വെക്കാൻ വേണ്ടിയുള്ള ഓർഡർ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോ അത് പൈസ കൊടുത്തതിന് ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ പൈസ പോകുന്നുള്ള തോന്നലെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഒഫൻസ് കമ്മിറ്റ് ചെയ്യില്ല. അപ്പൊ ഇത് പ്രിക്കോഷൻസ് ആണ് ഒഫൻസുകൾ ഫ്യൂച്ചറിൽ തടയാൻ വേണ്ടി എന്നുള്ളൊരു കാര്യമാണ് 127 ഇപ്പൊ പറഞ്ഞത്. 128 പറയുന്നത് സസ്പെക്റ്റഡ് പേഴ്സൺസ്, ചില ഒഫൻസുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ അവര് മുങ്ങാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ അവര് രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട്, സസ്പെക്റ്റഡ് ആണ്, ഉറപ്പൊന്നുമില്ല. അപ്പൊ അത്തരം ആളുകൾക്കും ഈ ഷോക്കോസ് നോട്ടീസ് കൊടുക്കാം, ഒരു ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ. അതായത് ഇത്ര രൂപ കോടതിയിൽ കണ്ടുവെച്ചോ, കാരണം പിന്നെ അത്ര രൂപ പൈസ അടച്ചു കഴിഞ്ഞാൽ പിന്നെ മുങ്ങൂലല്ലോ. അപ്പൊ ഇവരുടെ വിഷയത്തിൽ ഈ സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയറിന്റെ ഓർഡർ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് 128 പറയുന്നത്. ഇനി 129 പറയുന്നത് ഹാബിച്വൽ ഒഫൻഡേഴ്സിന്റെ കാര്യമാണ്. When an executive magistrate receives information that there is within his local jurisdiction a person who is by habit a robber, is habit by receiver of stolen property, ഒരുപാട് ഹാബിച്വൽ ഒഫൻഡേഴ്സിന്റെ കാര്യമാണ്. അല്ലെങ്കിൽ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിന്റെയോ ഫോറിൻ ആക്ടിന്റെയോ പ്രൊവിഷൻസിൽ എപ്പോഴും ഒഫൻസുകൾ ചെയ്യുന്ന ഒരാളാണ് എന്ന് ഒരു വിവരം കിട്ടുകയും, സച്ച് മജിസ്ട്രേറ്റ് മേ ഇൻ ദി മാനർ ഇൻ ആഫ്റ്റർ പ്രൊവൈഡഡ്, ഇത്തരത്തിൽ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ കോടതിക്ക് എന്ത് ചെയ്യുക, ആദ്യം ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുക്കാം. അതിന്റെ ഹിയറിംഗിന് ശേഷം ഒരു 1 ഇയറിന് എക്സ്റ്റെൻഡ് ചെയ്യാത്ത ഒരു 3 ഇയർ, ഇവിടെ 3 ഇയർ ആണ് കേട്ടോ, എക്സീഡിങ് 3 ഇയേഴ്സ്, 3 ഇയർ എക്സ്റ്റെൻഡ് ചെയ്യാത്ത ഒരു പീരീഡിലേക്ക് ഇവരുടെ കയ്യിൽ നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബെയിൽ ബോണ്ട് വാങ്ങിക്കാൻ പറ്റും. അതായത് സെക്യൂരിറ്റി ആവശ്യപ്പെടാൻ പറ്റും. ആ സെക്യൂരിറ്റി കോടതിയിൽ ഇവർ കൊടുക്കണം. അപ്പൊ പിന്നെ ഒരു എൻഷുർ ആണ് അവര് ഒഫൻസ് കമ്മിറ്റ് ചെയ്യില്ല. കാരണം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പൊ ഇത്തരം ആളുകളുടെ കയ്യിൽ നിന്ന് സെക്യൂരിറ്റി വാങ്ങാനും വാങ്ങിച്ചെടുക്കാനുള്ള അധികാരം കോടതിക്ക് ഉണ്ടെന്നുള്ളതാണ് 127, 128, 129 പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് മെയിൻ്റെനൻസ്.
ചെലവിന് കൊടുക്കുക അല്ലെ. അണ്ടർ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ 144 എ പേഴ്സൺ വിത്ത് സഫീഷ്യന്റ് മീൻസ് ഇസ് ലീഗലി ഒബ്ലിഗേറ്റഡ് ടു മെയിൻറ്റെയിൻ ദിയർ വൈഫ് ലെജിറ്റിമേറ്റ് ഓർ ഇല്ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ ആൻഡ് പാരന്റ്സ് ഇഫ് ദേ ആർ അണേബിൾ ടു മെയിൻറ്റെയിൻ ദംസെൽഫ്. 144 പ്രകാരം ഒരാൾക്ക് നല്ല വരുമാനം, ഒരാൾക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻകം ഉണ്ടെങ്കിൽ അവരുടെ ഭാര്യയെയും ലെജിറ്റിമേറ്റ് ഓർ ഇല്ലെജിറ്റിമേറ്റ് ആയ മക്കളെയും പാരന്റ്സിന് അവരെ കൊണ്ട് സ്വന്തമായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ പാരന്റ്സിനും മെയിൻ്റെനൻസ് കൊടുക്കൽ ഉത്തരവാദിത്തമാണ്. 144ന്റെ ക്ലോസ് 1 ഉണ്ട്, ക്ലോസ് 2, 3, 4, 5 ഉണ്ട്. ഓക്കെ, ക്ലോസ് 1ൽ എന്താ പറയുന്നത്? ഓർഡർ ഫോർ മെയിൻ്റെനൻസ് ഓഫ് വൈഫ്സ് ആൻഡ് ചിൽഡ്രൻ ആൻഡ് പാരന്റ്. ക്ലോസ് 1 ഇഫ് എനി പേഴ്സൺ ഹാവിംഗ് സഫീഷ്യന്റ് മീൻസ് നിഗ്ലക്ട്സ് ഓർ റെഫ്യൂസസ് ടു മെയിൻറ്റെയിൻ. സഫീഷ്യന്റ് ആയിട്ടുള്ള വരുമാനം ഉള്ള ഒരാൾ നിഗ്ലക്ട് ചെയ്യാനാണ്, എന്ത് കാര്യം ചെയ്യാൻ? ടു മെയിൻറ്റെയിൻ ഹിസ് വൈഫ് അണേബിൾ ടു മെയിൻറ്റെയിൻ ഹെർസെൽഫ്. സ്വന്തം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഭാര്യയ്ക്ക് മെയിൻ്റെനൻസ് കൊടുക്കുന്നില്ല. ബിയിൽ പറയുന്നത് ഹിസ് ലെജിറ്റിമേറ്റ് ഓർ ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് അണേബിൾ ടു മാനേജ് സെൽഫ്. കുട്ടികൾ അവർക്ക് സ്വന്തം വരുമാനം ഇല്ലാത്തവരാണ്, അവർക്ക് മെയിൻ്റെനൻസ് കൊടുക്കുന്നില്ല, കൊടുക്കാൻ തയ്യാറാവുന്നില്ല ഒരാള്. അല്ലെങ്കിൽ ഹിസ് ഫാദർ ഓർ മദർ അണേബിൾ ടു മെയിൻറ്റെയിൻ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. അപ്പൊ പാരന്റ്സിന് വരുമാനം ഇല്ല, അവർക്കും മെയിൻ്റെനൻസ് കൊടുക്കാൻ കഴിവുണ്ടായിരുന്നിട്ട് ഒരാൾ കൊടുക്കാതിരുന്നാൽ എ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് മേ അപ്പോൺ പ്രൂഫ് ഓഫ് സച്ച് നെഗ്ലക്ട്, ഇങ്ങനെ കൊടുക്കുന്നില്ല എന്നുള്ള തെളിവ് കിട്ടിയതിന് ശേഷം ഓർഡർ സച്ച് പേഴ്സൺ ടു മേക്ക് എ മന്ത്ലി അലവൻസ് ഫോർ ദി മെയിൻ്റെനൻസ് ഓഫ് ഹിസ് വൈഫ് ഓർ സച്ച് സൈഡ് ഫാദർ ഓർ മദർ. ഈ ഭർത്താവ്, ഭാര്യ, അതേപോലെ ഭാര്യ, മകൻ, മക്കൾ, അച്ഛനമ്മ എന്നിവർക്ക് മെയിൻ്റെനൻസ് മാസാമാസം കൊടുക്കണം എന്നുള്ള ഒരു ഓർഡർ കൊടുക്കാം. അറ്റ് സച്ച് എ മന്ത്ലി റേറ്റ് ആസ് ദി മജിസ്ട്രേറ്റ് തിങ്സ് ഫിറ്റ് ടു പേ ദി സെയിം ടു സച്ച് പേഴ്സൺ ആസ് ദി മജിസ്ട്രേറ്റ് മേ ഫ്രം ടൈം ടു ടൈം ഡയറക്റ്റ്. എത്ര രൂപ കൊടുക്കണം എന്നുള്ള ഓർഡർ കൂടി മജിസ്ട്രേറ്റ് കൊടുക്കണം. അപ്പൊ ആളുടെ വരുമാനവും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മജിസ്ട്രേറ്റ് ഇത്ര രൂപ വെച്ച് വരുമാനം കൊടുക്കാൻ പറയും. ആ ഒരു ഓർഡർ അങ്ങനെ നിഗ്ലക്ട് ചെയ്യുന്ന ആളുകളോട് വരുമാനം കൊടുക്കാനുള്ള ഉത്തരവ് മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ക്ലോസ് 2 പറയുന്നത് എനി സച്ച് അലവൻസ് ഫോർ മെയിൻ്റെനൻസ് ഓർ ഇൻട്രീം മെയിൻ്റെനൻസ് എക്സ്പെൻസ് ഓഫ് പ്രൊസീഡിംഗ് ഷാൾ ബി പേയബിൾ ഫ്രം ദി ഡേറ്റ് ഓഫ് ഓർഡർ. അതെ, അലവൻസ് എപ്പോൾ മുതൽ കൊടുത്തു തുടങ്ങണം? ഈ ഓർഡർ എപ്പോഴാണ് കൊടുക്കുന്നത് അന്ന് മുതൽ അലവൻസ് കൊടുത്തു തുടങ്ങണം എന്നുള്ളതാണ് ക്ലോസ് 2 പറയുന്നത്. മജിസ്ട്രേറ്റ് ഇന്ന് ഓർഡർ കൊടുത്താൽ ഇന്ന് മുതലുള്ള മെയിൻ്റെനൻസ് കൊടുക്കണം. ക്ലോസ് 3 പറയുന്നത് ഇഫ് എനി പേഴ്സൺ സോ ഓർഡർ ഫെയിൽസ് വിത്തൗട്ട് സഫീഷ്യന്റ് കോസ് ടു കംപ്ലൈ വിത്ത് ദി ഓർഡർ. ഓർഡർ കൊടുത്തിട്ടും ഒരാൾ എന്ത് ചെയ്തില്ല, സഫീഷ്യന്റ് കാരണങ്ങളില്ലാതെ കൊടുക്കാതിരുന്നു, കൊടുക്കുന്ന വിഷയത്തിൽ ഫെയിൽ വരുത്തിയാൽ എനി സച്ച് മജിസ്ട്രേറ്റ് മേ ഫോർ എവറി ബ്രീച്ച് ഓഫ് ഓർഡർ, ഈ വീഴ്ച വരുത്തിയ ഓരോ സമയങ്ങളിലും ഓരോന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് ഇഷ്യൂ വാറന്റ് ഫോർ ലിവിംഗ് ദി എമൗണ്ട് ഡ്യൂ ടു ഇൻ മാനർ പ്രൊവൈഡ് ഫോർ ലിവിംഗ് ഫൈൻ. ഫൈൻ വാങ്ങിച്ചെടുക്കുന്നത് പോലെ അയാളുടെ കയ്യിൽ നിന്ന് ആ എമൗണ്ട് വാങ്ങിച്ചെടുക്കാനുള്ള, പോലീസുകാരുടെ അടുത്ത് നിന്ന് അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചെടുക്കാനുള്ള ഓർഡർ കൊടുക്കാൻ പറ്റും. ആൻഡ് മേ സെന്റൻസ് സച്ച് പേഴ്സൺ ഫോർ ദി ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ഈച്ച് മന്ത്സ് അലവൻസ്. ഓരോ മന്ത്സിലും അലവൻസിൽ എത്രയാണോ ഡ്യൂ പെൻഡിംഗിലായിട്ടുള്ളത് ആ ഒരു ടൈം കൺസിഡർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഇംപ്രിസ്മെന്റ് ഫോർ എ ടേം വിച്ച് മേക്സ് ടു 1 month, 1 month വരെ അൺടിൽ ദി പേയ്മെന്റ് ഇസ് മെയ്ഡ്. പൈസ കൊടുക്കുന്നത് വരെയും 1 month, അല്ലെങ്കിൽ 1 month വരെയും, അല്ലെങ്കിൽ പൈസ എപ്പോൾ കൊടുത്തു തീർക്കുന്നു അത്രയും നാൾ വരെയും എന്ത് ചെയ്യാം, ജയിലിന്റെ അകത്ത് ഇംപ്രിസ്മെന്റ് കൊടുക്കാൻ പറ്റും മജിസ്ട്രേറ്റിന്. ഇൻ കേസ് ഓർഡർ കൊടുത്തിട്ടും അതനുസരിച്ചില്ല എന്നാണെങ്കിൽ 1 month വരെയുള്ള ഇംപ്രിസ്മെന്റ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പേയ്മെന്റ് കൊടുക്കുന്നത് വരെ. ക്ലോസ് 4 പറയുന്നത് നോ വൈഫ് ഷാൾ ബി എൻറ്റൈറ്റഡ് ടു റിസീവ് ആൻ അലവൻസ് ഫോർ ദി മെയിൻ്റെനൻസ് ഓർ ദി ഇൻട്രീം മെയിൻ്റെനൻസ് എക്സ്പെൻസ് ഓഫ് പ്രൊസീഡിംഗ് ഫ്രം ഹർ ഹസ്ബൻഡ് അണ്ടർ ദി സെക്ഷൻ ഇഫ് ഷീ ഈസ് ലിവിംഗ് ഇൻ അഡൾട്ടറി. ഇനി ഒരു ഭാര്യക്ക് സെൽഫ് സഫീഷ്യന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഭാര്യക്ക് മെയിൻ്റെനൻസ് ഓർഡർ ഈ 144 ക്ലോസ് 1 സബ് ക്ലോസ് എ പ്രകാരം ആവശ്യപ്പെടാൻ പറ്റും. പക്ഷേ ഭാര്യ അഡൾട്ടറി ആണ്, പരപുരുഷ ബന്ധമുണ്ട് ഭാര്യക്ക്, അല്ലെങ്കിൽ ഭാര്യ സ്വന്തം ഭർത്താവിന്റെ അടുത്ത് നിന്ന് പിരിഞ്ഞ് മാറിക്കഴിയാനാണ്, ഭർത്താവിന് വേണ്ടാന്ന് പറഞ്ഞിട്ട് മാറിക്കഴിയുന്ന, സ്വമേധയാ മാറിക്കഴിയുന്ന ഭാര്യയാണ്, അല്ലെങ്കിൽ അവര് രണ്ടുപേരുടെയും മ്യൂച്വൽ കൺസെന്റിന്റെ പുറത്ത് രണ്ടുപേരും മാറിക്കഴിയാനാണ്. ഇത്തരം സാഹചര്യങ്ങളാണെങ്കിൽ ആ വൈഫിനും മെയിൻ്റെനൻസ് കൊടുക്കാനുള്ള ഓർഡർ കൊടുക്കേണ്ട ആവശ്യമില്ല, ആ വൈഫിന് മെയിൻ്റെനൻസ് കിട്ടാൻ അർഹയല്ല. ക്ലോസ് 5 പറയുന്നത് ഒരു സ്ത്രീക്ക് മെയിൻ്റെനൻസ് കൊടുക്കാനുള്ള ഓർഡർ കോടതി ഓൾറെഡി കൊടുത്തു. ആ സമയത്ത് അവർ അഡൾട്ടറിയോ ലിവിങ് സെപ്പറേറ്റ്ലിയോ ഒന്നും ആയിരുന്നില്ല. പക്ഷെ കുറച്ച് നാൾക്ക് ശേഷം അവർ മ്യൂച്വൽ കൺസെന്റോടുകൂടി ലിവിങ് സെപ്പറേറ്റ്ലായി, അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് ശേഷം അവർ അഡൾട്ടറി ചെയ്യുന്നതായിട്ട് കോടതിക്ക് കണ്ടാൽ നേരത്തെ കൊടുത്ത ഓർഡർ കോടതിക്ക് ക്യാൻസൽ ചെയ്ത് കളയാം എന്നുള്ളതാണ് ക്ലോസ് 5 പറയുന്നത്. ഓൺ ദി പ്രൂഫ് ദാറ്റ് എനി വൈഫ് ഇൻ ഹൂസ് ഫേവർ ആൻ ഓർഡർ ഹാസ് ബീൻ മെയ്ഡ്. ഏതെങ്കിലും വൈഫിന് അനുകൂലമായിട്ടൊരു ഓർഡർ കോടതി കൊടുത്തതിന് ശേഷം ഈസ് ലിവിംഗ് ഇൻ അഡൾട്ടറി, അവർ പിന്നീട് അഡൾട്ടറി പരപുരുഷ ബന്ധത്തോടു കൂടി താമസിക്കുന്നതായിട്ട് കോടതിക്ക് ഇൻഫോർമേഷൻ കിട്ടിയാൽ, അല്ലെങ്കിൽ സഫീഷ്യന്റ് റീസൺ ഷീ റിഫ്യൂസസ് ടു ലിവ് വിത്ത് ഹർ, കാരണങ്ങളില്ലാതെ ഭർത്താവിന്റെ അടുത്ത് മാറി താമസിക്കുന്നു എന്നൊക്കെ ഉത്തരവ് കണ്ടു കഴിഞ്ഞാൽ, കാരണങ്ങളോടുകൂടി മാറി താമസിക്കൽ വേറെ കേട്ടോ, ഭർത്താവ് അഡൾട്ടറി ആണ്, അതുകൊണ്ട് ഭാര്യ എന്ത് ചെയ്യുന്നു, മാറി താമസിക്കുന്നു. സോ അതൊരു റീസൺ, സഫീഷ്യന്റ് റീസൺ ആണ്. സഫീഷ്യന്റ് റീസൺ ഇല്ലാതെ മാറി താമസിക്കുന്നു എന്നുള്ള സിറ്റുവേഷൻസ് കണ്ടാൽ മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം, മജിസ്ട്രേറ്റ് ഷാൾ ക്യാൻസൽ ദി ഓർഡർ, ഓർഡർ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും.
അപ്പൊ ക്ലോസ് 1ൽ നോക്കിയത് ഓർഡർ കൊടുക്കണം, റെഫ്യൂസ് ചെയ്ത ഓർഡർ മജിസ്ട്രേറ്റിന് ഓർഡർ കൊടുക്കാനുള്ള അധികാരമാണ്. ക്ലോസ് 2 നോക്കിയത് ഓർഡർ കൊടുത്ത് അന്ന് മുതലുള്ള മെയിൻ്റെനൻസ് കൊടുക്കണം. ക്ലോസ് 3 പറഞ്ഞത് എന്താ, അതിന് ഫെയിൽ വരുത്തി കഴിഞ്ഞാൽ ഫൈൻ വാങ്ങുന്നത് പോലെ ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാനുള്ള ഓർഡർ വാറന്റ് മജിസ്ട്രേറ്റിന് ഇഷ്യൂ ചെയ്യാം. ഒപ്പം തന്നെ ഇയാളുടെ സെന്റൻസും കൊടുക്കാം 1 month വരെ. പിന്നെ ക്ലോസ് 4 പറഞ്ഞത് അഡൾട്ടറി പോലുള്ള കാര്യങ്ങളിലാണ് ഭാര്യ എന്നുണ്ടെങ്കിൽ അവർക്ക് മെയിൻ്റെനൻസ് കിട്ടാൻ അവർ എൻടൈറ്റിൽഡ് അല്ല. ക്ലോസ് 5 പറഞ്ഞത് ഇൻ കേസ് അവർക്ക് ഓർഡർ കിട്ടിയ ശേഷം അവർ അഡൾട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് ഓർഡർ തന്നെ ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി 145 എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. പ്രൊസീജിയർ ആണ് ഇവിടെ. എങ്ങനെയാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, എങ്ങനെയാണ് നമ്മൾ 144 പ്രകാരം ഓർഡർ വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നത്? അതെ, പ്രൊസീഡിംഗ് അണ്ടർ സബ്സെക്ഷൻ 144 പ്രകാരം മെയിൻ്റെനൻസ് കിട്ടുന്നില്ല എന്നാണെങ്കിൽ മെയിൻ്റെനൻസ് തരാത്ത ആൾക്കെതിരെ എവിടെയൊക്കെ കേസ് കൊടുക്കാൻ പറ്റും? എനി ഡിസ്ട്രിക്ട്, ഏത് ജില്ലയിൽ, വേർ ഹി ഇസ്, അയാൾ താമസിക്കുന്ന ഡിസ്ട്രിക്റ്റിലാണോ ആ ഡിസ്ട്രിക്റ്റിലെ കോടതിയിൽ കേസ് കൊടുക്കാം. അല്ലെങ്കിൽ വേർ ഹി ഓർ ഹിസ് വൈഫ് റിസൈഡ്സ്, അല്ലെങ്കിൽ വൈഫ് താമസിക്കുന്ന ജില്ലയിൽ കേസ് കൊടുക്കാം. അല്ലെങ്കിൽ വേർ ഹി ലാസ്റ്റ് റിസൈഡഡ് വിത്ത് ഹിസ് വൈഫ്, വൈഫുമായി ലാസ്റ്റ് താമസിച്ച ഡിസ്ട്രിക്ട് ഏതാണോ അവിടെ വെച്ച് കേസ് കൊടുക്കാം. അല്ലെങ്കിൽ വേർ ഹിസ് ഫാദർ ഓർ മദർ റിസൈഡ്സ്, അല്ലെങ്കിൽ ആ ഒരു ആളുടെ ഭർത്താവോ, ആളിപ്പോ ഗൾഫിലൊക്കെ ആണെങ്കിൽ ആളുടെ അച്ഛൻ അമ്മ താമസിക്കുന്ന സ്ഥലം ഏതാണോ ആ ഒരു സ്ഥലത്തെ കോടതിയിൽ കൊണ്ടുപോയി എന്ത് ചെയ്യാം, കേസ് കൊടുക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. 147 എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. എൻഫോഴ്സ്മെന്റ് ഓഫ് ഓർഡർ മെയിൻ്റെനൻസ്. മെയിൻ്റെനൻസിന് ഓർഡർ ആയിക്കഴിഞ്ഞാൽ അത് എൻഫോഴ്സ് ചെയ്യണം. അതാണ് എ കോപ്പി ഓഫ് ഓർഡർ ഓഫ് മെയിൻ്റെനൻസ് ഓർ ഇൻട്രീം മെയിൻ്റെനൻസ് ആൻഡ് പ്രൊസീഡിംഗ് ആസ് ദി കേസ് മേ ബി ഷാൾ ബി ഗിവൺ വിത്തൗട്ട് പേയ്മെന്റ് ടു ദി പേഴ്സൺ ഹൂസ് ഫേവർ ഇസ് മെയ്ഡ്. ഓർഡർ ആയിക്കഴിഞ്ഞാൽ ആർക്ക് അനുകൂലമായിട്ടാണ് ഓർഡർ അയക്കുന്നത് അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാതെ ഈ ഓർഡർ അയാൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അയാളുടെ ഗാർഡിയന്റെ കൊടുക്കണം. ഓർ ടു ഹൂം ദ അലവൻസ് ഫോർ ദി മെയിൻ്റെനൻസ് ഓർ അലവൻസ് ഫോർ case may be such order may be enforced by any magistrate in any place where the person against whom it is made. ആർക്കെതിരെയാണോ ഓർഡർ വന്നേക്കുന്നത് ആ ആൾ താമസിക്കുന്ന ലോക്കൽ ജുറിസ്ഡിക്ഷനിലുള്ള ഏതൊരു മജിസ്ട്രേറ്റിനും ഈ ഒരു ഓർഡർ നടപ്പിലാക്കാം. ഓക്കെ, അപ്പൊ ഇത് ഫാമിലി കോർട്ടായിരിക്കും ചിലപ്പോൾ ഈ ഓർഡർ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്താൽ തന്നെയും ഇയാളുടെ ലൊക്കാലിറ്റിയിലെ മജിസ്ട്രേറ്റ് ആരാണോ ആ മജിസ്ട്രേറ്റിന് ഈ ഒരു ഓർഡർ എൻഫോഴ്സ് ചെയ്യണം, നടപ്പിലാക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ പവറും കാര്യങ്ങളൊക്കെ ഇതിന് മൊഡ്യൂൾ വന്നതാണെങ്കിലും ഇത് നമ്മൾ തേർഡ് സെഷനിൽ ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നില്ല. അപ്പൊ നമ്മൾ നീണ്ട ഒരു സെഷൻസ് 19ഓളം സെഷൻസ് നടത്തിയിട്ട് മേജർ ആയിട്ടുള്ള ടോപ്പിക്സുകളൊക്കെ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കണേണ്. പിന്നെ 1-2 കാര്യങ്ങൾ പറയാനുള്ളത്, ഞാനും ഒരു സ്റ്റുഡൻ്റ് ആണ് ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ആണ് ഞാൻ ക്ലാസ് എടുത്തേക്കുന്നത്. അതും റിസർച്ച് നടത്തി ഇപ്പോൾ പ്രസന്റ് ചെയ്യുന്ന എല്ലാ നോട്ടും ഞാൻ ഉണ്ടാക്കിയ നോട്ട് തന്നെയാണ്. ബെയർ ആക്ടിന്റെ പ്രൊവിഷനിലാണ് നമ്മൾ ഫുള്ള് പഠിപ്പിച്ചേക്കുന്നത്. കുറെ ടെക്സ്റ്റിന്റെ റെഫറൻസ് ഇച്ചിരി കുറവാണ്. എന്നിരുന്നാലും നമ്മൾ ബെയർ ആക്ട് വായിക്കാൻ മനസ്സിലാക്കണം എന്നുള്ള ഇന്റൻഷനോടുകൂടി ബെയർ ആക്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പമായിട്ടുള്ള നോട്ട് കിട്ടും. പക്ഷെ അങ്ങനെ എല്ലാ ജീവിതകാലം മുഴുവനും നമുക്ക് ഇഷ്ടമുള്ള നോട്ട് മാത്രം നോക്കി പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ബെയർ ആക്ടിന്റെ പ്രൊവിഷൻ നോക്കി മനസ്സിലാക്കാനും കൂടിയാണ് ബെയർ ആക്ടിന്റെ സഹായത്തോടു കൂടി മുഴുവൻ പ്രൊവിഷൻസും പഠിപ്പിച്ചത്. 530 സെക്ഷനിൽ നമ്മൾ ഏകദേശം ഒരു 250 സെക്ഷനോളെങ്കിലും ചുരുങ്ങിയത് കവർ ചെയ്തിട്ടുണ്ടാവും. 250 ഒന്നുമല്ല, അതിൽ മുകളിൽ ഒട്ടുമിക്ക സെക്ഷൻസ് നമ്മളെല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയതും അല്ലാത്തതുമായിട്ടുള്ളതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോ അതിന്റെ അകത്ത് ഏതെങ്കിലും ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞു പോയതിൽ ഇൻ കേസ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. കാരണം ബാക്കിയുള്ളവരും അത് തെറ്റ് പഠിച്ചു വെക്കരുത്. അല്ലെങ്കിൽ അത് എന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും, എന്നെ വിളിച്ചറിയിക്കാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സബ്ജക്റ്റുകൾക്ക് ഹെൽപ്പും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ വളരെയധികം നന്ദിയും കൂടി പറയാനാണ്. നമ്മൾ 19 സെഷൻ ഫുള്ളായിട്ട് കേട്ട് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നന്നായിട്ട് പഠിച്ച് എക്സാമിന് നല്ല മാർക്ക് വാങ്ങണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ശരി.